നമസ്കാരം. പ്രദീപ് രംഗനാഥന്റെ ഹാട്രിക് വിജയം എന്ന ഒറ്റവാക്കി തന്നെ വിശേഷിപ്പിക്കാം. ഡ്യൂഡ് എന്ന സിനിമ കണ്ടിറങ്ങി വരികയാണ്. സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് പ്രദീപ് രംഗനാഥൻ സ്റ്റൈൽ ഓഫ് സിനിമ എന്ന് തന്നെയാണ്. പ്രദീപ് രംഗനാഥന്റെ ഈ സിനിമകൾ രണ്ടെണ്ണം, ഒന്ന് ലവ് ടുഡേ, മറ്റൊന്ന് ഡ്രാഗൺ. ഈ രണ്ട് സിനിമയും കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ കണ്ണടച്ച് ധൈര്യമായി ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നിങ്ങൾക്ക് ഡ്യൂഡ് നല്ലോണം വർക്കാവും. ഈ സിനിമ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ ആ ഒരു രസത്തിൽ, ആ ഒരു ഫ്ലോയിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. വളരെ നല്ലൊരു പ്ലോട്ടാണ്. കാരണം ഇത് കുറച്ച് രസമുള്ളൊരു പ്ലോട്ടാണ്. ഒരു വൺ ലൈനറായിട്ട് തന്നെ നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരുന്ന ഒരു പ്ലോട്ടാണ്. എന്നാൽ അതിനകത്ത് കൃത്യമായ ഇമോഷൻസ് പ്ലേസ് ചെയ്ത് അധികം ലാഗ് ഒന്നും അടുപ്പിക്കാതെ 2 മണിക്കൂർ 18 മിനിറ്റിൽ അവർ ആ പരിപാടി അങ്ങ് വെച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ്. വേണമെങ്കിൽ അവർക്ക് കുറേ അൺവാണ്ടഡ് സീൻസ് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ എല്ലാ സീനും കൃത്യം അളവിൽ കൃത്യമായി എടുത്ത് വെച്ച് കൃത്യമായി എഡിറ്റ് ചെയ്ത് മുറിച്ച് വെച്ച് 2 മണിക്കൂർ 20 മിനിറ്റിനുള്ളിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയണം. കീർത്തീശ്വറിന് പണി അറിയാം കേട്ടോ. സംവിധായകൻ കീർത്തീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പടമാണ്. ഗംഭീര വർക്കാണെന്ന് വെച്ചാൽ സൂപ്പർ വർക്ക്. പണി അറിയാമെന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നുള്ളത്. ആൻഡ് പ്രദീപ് രംഗനാഥൻ ഇപ്പോൾ പലരും പറയാറുണ്ട് പുള്ളി ഓവർ ആക്ടിങ് ആണെന്നുള്ളത്. പുള്ളിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു മാനറിസംസ് എനിക്ക് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് നല്ലോണം വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ തിയേറ്ററിൽ വർക്ക് ആയി. അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. മമിത ബൈജു നല്ലോണം തമിഴ് പഠിച്ചിട്ടുണ്ട്. തമിഴ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ആ സ്ലാങ്ങിൽ നിന്നും വ്യക്തമാണ്. അതായത് പുള്ളിക്കാരി ഇതിന് വേണ്ടി ഹോംവർക്കൊക്കെ ചെയ്ത് ഈ സ്ലാങ് മലയാളം ടച്ചൊന്നും വരാത്ത രീതിയിൽ ഒരു തമിഴ് പൊണ്ണ് സംസാരിക്കുന്ന പോലെ തന്നെ പുള്ളിക്കാരി ആ ക്യാരക്ടർ ഡീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. ഹൃദു ഹരൂൺ എനിക്ക് സത്യം പറഞ്ഞ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ഹൃദു ഹരൂൺ ഈ സിനിമയിലുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സിനിമയിൽ ഉണ്ടാവുന്നുള്ളത്. പക്ഷേ ഹൃദു ഈ പടത്തിലുണ്ട്. ഹൃദുവിൻ്റെ വേഷം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സായ് അഭ്യങ്കർ യു ബ്യൂട്ടി മാൻ ഈ സിനിമയ്ക്കകത്ത് പല മൊമെൻറ്റ്സിലും ആ സീൻസിനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ, പ്രത്യേകിച്ച് ഇൻ്റർവെൽ ബ്ലോക്ക് തീപ്പൊരിയായിരുന്നു. സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സായിയുടെ മ്യൂസിക് വാസ് ടോപ്പ് നോച്ച്. അത് സായ അമ്മാതിരി പെട്ടക്കിൽ ആ ഇൻ്റർവെൽ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഗംഭീര ഐറ്റമാണ്. അത് കാണാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ ഒന്നുകൂടെ തിയേറ്ററിൽ പോകുമായിരിക്കും. ആ ഒരു ഇൻ്റർവെൽ സീക്വൻസ് കാണാൻ വേണ്ടി മാത്രം. അത് സ്പെഷ്യൽ ഇൻ്റർവെൽ ബ്ലോക്കാണ്. സൂപ്പർ സാധനമാണ്. അതിനെപ്പറ്റി കുറേ സംസാരിക്കും ഇൻ്റർവെൽ ബ്ലോക്കിനെ പറ്റി വേണ്ടി മാത്രമായിട്ട്. പക്ഷേ ഈ സിനിമ ഇത് 2 വ്യക്തികളെ ചുറ്റിപ്പറ്റി വരുന്നതും അതിനകത്ത് ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി വരുന്നതും ഇനി ഇവർ 3 പേരും റിവോൾവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാൻ എവിടെ ഈ കഥയുടെ ഒരു പോർഷൻ പറഞ്ഞു തുടങ്ങിയാൽ പോലും അത് സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര വലിയ സാഹസത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ സിനിമ പ്രദീപ് രംഗനാഥൻ്റെ ഒരു ഹാട്രിക് വിജയമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ കോമാളിയിൽ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രദീപിൻ്റെ ജീവിതം. കാരണം ഒരു തരത്തിലും സിനിമാ മേഖലയുമായി യാതൊരു ബന്ധമില്ലാത്ത, ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് തനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് സിനിമയിലേക്ക് വരുന്നതിന് ആദ്യപടിയായി ഡയറക്ടറായിട്ട് ജയം രവിയെ മുട്ടി കോമാളിയെ പോലൊരു സിനിമ എടുത്ത് അത് വലിയ വിജയമാക്കി. അതിനുശേഷം 2ാമത്തെ പടം അദ്ദേഹം സംവിധാനം ചെയ്ത് എഴുതി അതിൽ നായകനാകാൻ അദ്ദേഹം തന്നെ മനസ്സ് കാണിച്ചു. അത് ബാക്ക് ചെയ്യാൻ വേണ്ടി AGS എൻ്റർടൈൻമെൻറ്റ് പോലൊരു പ്രൊഡക്ഷൻ കമ്പനി വരുന്നു. ലവ് ടുഡേ തരംഗമാകുന്നു. അങ്ങനെ തൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം അതിന് പല യങ്സ്റ്റേഴ്സിനും ഭയങ്കരമായിട്ട് എന്താ പറയുക, എൻ്റെ ജീവിതം നോക്കിക്കോളൂ, നിങ്ങൾ അത് പാഠമാക്കിക്കോളൂ, എന്നിട്ട് വരൂ എന്ന് പറയുന്ന ഒരു നടനായിട്ടും ഒരു സംവിധായകനായിട്ടും ഒക്കെ ഒരു തിരക്കഥാകൃത്തുമായിട്ടൊക്കെ പ്രദീപ് രംഗനാഥൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം അശ്വന്തിൻ്റെ സംവിധാനത്തിൽ വന്ന ഡ്രാഗൺ ആവട്ടെ, പ്രദീപിന് വേറൊരു തലത്തിലുള്ളൊരു അഭിനയമാണ് അതിലും കണ്ടത്. ആൻഡ് ഫൈനലി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ചിത്രമായ ഡ്യൂഡിലും വളരെ രസമായിട്ടാണ് പ്രദീപൊക്കെ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് കുറേ ലെയേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ക്യാരക്ടേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്ലേസ് ചെയ്ത് നോക്കുമല്ലോ ചില കഥാപാത്രങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അതിലുണ്ടായിരുന്നെങ്കിലെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോഴേക്കും വല്ലാത്തൊരു ട്രോമയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യും. പക്ഷെ അങ്ങനത്തെ ആ ഒരു ക്യാരക്ടറിൻ്റെ കൊടുത്തേക്കുന്ന ഒരു ഭയങ്കരമായ ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രമാണ് പ്രദീപിൻ്റെ ചെയ്തിട്ടുള്ളത്. പ്രദീപിൻ്റെ മാത്രമല്ല കേട്ടോ, മമിത ഇങ്ങനെയാണ് നിൽക്കുന്നത്. രണ്ടുപേരും ത്രൂ ഔട്ടുണ്ട്. 2 പേരും ആരാണ് മികച്ചത്, ഞാനാണ് മികച്ചത് അല്ലെങ്കിൽ ഞാനാണ് മികച്ചത് എന്നുള്ള ഭയങ്കരമായ കോമ്പറ്റീഷൻ സ്ക്രീനിൽ കാണാം നമുക്ക്. അതിൻ്റെ ഇമോഷണൽ സീൻസിലൊക്കെ മമിത ഹാൻഡിൽ ചെയ്തേക്കുന്ന രീതി വാസ് ടു ഗുഡ്. മമിതയൊക്കെ കരയുന്ന സീൻസൊക്കെ ഉണ്ട്. ഭയങ്കര രസമായിട്ട് തോന്നി. ഇമോഷണലി നല്ലോണം മമിത ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹാർഡ് വർക്കിംഗ് കണ്ടാൽ അറിയാവുന്നേ ടാലൻ്റൊക്കെ എവിടെ പോകാനാണ്. ആൻഡ് മമിത സോ ടാലൻറ്റഡ് എന്ന് വീണ്ടും ഈ സിനിമ കാണുമ്പോൾ നമുക്ക് വേറൊരു ഷെയ്ഡിലുള്ള മമിതയെ കാണാൻ പറ്റും.
ആ ഒരു ജോളി ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വേറൊരു ഇമോഷണൽ ലെയറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന മമിതയെ കാണാൻ പറ്റും. ആൻഡ് ഷി വാസ് ടു ഗുഡ് ഇൻ ഇറ്റ്. ഭയങ്കര രസമായിരുന്നു. ആ ക്യാരക്ടർ നല്ലോണം മമിത ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ മമിതയ്ക്ക് ഒരുപാട് വലിയ ജേണിയാണ് ഇനി കിടക്കാൻ പോകുന്നത്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പം വിജയുടെ ജനനായകനായാലും അല്ലെങ്കിൽ സൂര്യ ചിത്രമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനേക്കാളും ഒക്കെ മേലെ ഒരു വലിയ തരംഗമായിട്ട് മമിത മാറും. അതിനുള്ളൊരു വലിയ എക്സാമ്പിൾ ഡ്യൂഡിൽ തന്നെ ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് ഫോർ ജനനായകൻ. ആൻഡ് മമിതയുടെ ആ പെർഫോമൻസ് കാണാൻ, ജനനായകനിൽ എന്താണ് മമിത ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ എക്സ്പെക്റ്റേഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. ആൻഡ് ഓവറോൾ ഈ സിനിമ നമ്മൾ ഈ മമിതയുടെയും പ്രദീപ് രംഗനാഥിൻ്റെയൊക്കെ കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ശരത് കുമാറിൻ്റെ കഥാപാത്രം, ശരത് കുമാറിൻ്റെ ക്യാരക്ടർ ആർക്ക് എന്നൊരു സാധനമുണ്ട്. സൂപ്പർ ആർക്കാണ് കേട്ടോ. ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻസ് ആണ് അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത്. ശരത് കുമാർ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, സൂപ്പർ ക്യാരക്ടറൈസേഷൻ. അത് ശരത് കുമാർ അതിഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കേണ്ടതെന്നൊക്കെ പറയുന്ന പോലെ ശരത് കുമാറിന് അഭിനയം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ശരത് കുമാർ അതിഗംഭീരമായി, രോഹിണി കിട്ടിയ വിഷയം രോഹിണി അതിഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാസ്റ്റ് എല്ലാം കൂടെ അതിഗംഭീരമായിട്ട് വരുമ്പോൾ തന്നെ ഒരു പകുതി തലവേദന കഴിഞ്ഞു എന്നുള്ളതുപോലെ തന്നെയാണ്. സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. ഹ്യൂമർ എല്ലാ സീൻസിലും ഏകദേശം പൊടിയായിട്ട് ചേർത്തേക്കുന്ന പോലെ ഉണ്ട്. ഇമോഷണൽ സീൻസും അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ടിപ്പിക്കൽ പ്രദീപ് രംഗനാഥൻ ടെംപ്ലേറ്റിൽ തന്നെയാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. അതിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആ ഒരു ടെംപ്ലേറ്റിൽ കൃത്യമായ രീതിയിൽ ഒരു ജാക്ക് പോട്ട് പ്രദീപ് ഇത്തവണ അടിച്ചിട്ടുണ്ട്. ഇത് ഷോർട്ട് വിക്ടറി ആകുമെന്നത് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെ പ്രേക്ഷകർ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഡ്യൂഡ് ഒരു വലിയ വിജയമായി മാറുകയും ചെയ്യും. സോ ഡ്യൂഡ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവർ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ ഫൺ എൻ്റർടൈനർ. വളരെ രസകരമായി ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ കഴിയുന്ന, എസ്പെഷ്യലി ഡ്രാഗണും ലവ് ടുഡേയും കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ആ 2 പടവും വർക്കാവാത്തവർക്ക് എനിക്ക് തോന്നുന്നില്ല ഡ്യൂഡ് ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത്. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.